Hello students, next topic is arc quenching theory. First arc quenching theory is energy balance or Casey theory. This theory states that if the rate of heat dissipation between the contacts is greater than the rate at which heat is generated, the arc will be extinguished. Otherwise, it will restrike. So contacts separate ആകുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനേക്കാളും ഒരു ഫാസ്റ്റർ റേറ്റിൽ ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കുകയാണെങ്കിൽ ആർക്കിന് പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഹീറ്റ് ജനറേഷൻ റേറ്റ് ആണ് കൂടുതലെങ്കിൽ ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യും, അതായത് ആർക്ക് പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ, so initially when the contacts are about to open, the heat generated is zero since restriking voltage is zero. When the contacts are fully open, resistance between contacts is infinite, hence heat generated is zero. So initially fault വന്നിട്ട് കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പം അവിടെ ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നത് സീറോ ആണ്, കാരണം അവിടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വന്നിട്ടില്ല. ഓക്കെ, കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ട്രാൻസിയൻസ് ഉണ്ടാകുന്നത്, റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഉണ്ടാകുന്നത്. സോ ഇനിഷ്യൽ കേസിൽ ഹീറ്റ് ജനറേറ്റഡ് സീറോ ആണ്. ഇനി അതുകൂടാതെ തന്നെ കോണ്ടാക്ട്സ് ഇപ്പോൾ ഫുള്ളി ഓപ്പൺ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു റെസിസ്റ്റൻസ് വാല്യൂ, കോണ്ടാക്ട് ഗ്യാപ്പ് ലെങ്ത് ഇൻക്രീസ് ആകുമ്പം റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകും, ബിക്കോസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഓക്കെ, സോ ഗ്യാപ്പ് ലെങ്ത് ഇൻക്രീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകും. സോ ഗ്യാപ്പ് ലെങ്ത് ഫുള്ളി ഓപ്പൺഡ് ആണ്, അതായത് മാക്സിമം പൊസിഷനിലാണ് ആ ഗ്യാപ്പ് ലെങ്ത് ഇരിക്കുന്നതെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കും, അവിടെയും ഹീറ്റ് ജനറേറ്റഡ് വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, സോ ഈ രണ്ട് കേസിലും ഹീറ്റ് ജനറേറ്റഡ് സീറോ ആണ്. അപ്പോൾ ഈ ഹീറ്റ് ജനറേഷൻ മാക്സിമം എത്തുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റിലാണ് ഹീറ്റ് ജനറേഷൻ മാക്സിമം എത്തുന്നത്. സോ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ അതായത് ആ ഹീറ്റ് ഡിസിപ്പേഷൻ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ആർക്ക് എക്സ്റ്റിങ്ഷൻ. അതിൽ കൂളിംഗ്, ലെങ്ത്നിങ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ ആർക്ക്, ഇത്രയും മെത്തേഡൊക്കെ ചെയ്ത് നമുക്ക് ഹീറ്റിനെ ജനറേറ്റ് ചെയ്ത ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് എനർജി ബാലൻസ് ഓർ കാസി തിയറി. സോ ഇഫ് ഹീറ്റ് ഡിസിപ്പേഷൻ, rate of heat dissipation between the contacts is greater than the rate of heat generated, then the arc will be extinguished, otherwise it will restrike. That is energy balance or Casey theory. Second one is recovery rate or Slepian's theory. This theory states that if the rate at which the ions and electrons combine to form or are replaced by neutral molecules, that is the rate at which the gap recovers its dielectric strength is faster than the rate at which voltage stress rises, the arc will be extinguished. സോ ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് സ്ട്രെസ്സിനേക്കാളും ഒരു ഫാസ്റ്റർ റേറ്റിലാണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് റിക്കവർ ചെയ്യുന്നതെങ്കിൽ ആർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ഡയലക്ട്രിക് സ്ട്രെങ്ത് റിക്കവർ ചെയ്യുക മീൻസ് അവിടെ അയണൈസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന പാർട്ടിക്കിൾസിനെ ന്യൂട്രൽ മോളിക്യൂൾസ് ആക്കുക അല്ലെങ്കിൽ ഡി അയണൈസ് ചെയ്യുക. ഓക്കെ, അത് ചെയ്യുന്നത് ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ്, മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത് റിക്കവർ ചെയ്യുന്ന റേറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് സ്ട്രെസ്സിനേക്കാളും ഒരു മാക്സിമം ഒരു ഫാസ്റ്റർ റേറ്റിലാണെങ്കിൽ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവും. So if restriking voltage is greater than dielectric strength, arc persists for another half cycle. If restriking voltage is less than dielectric strength, arc fails to restrike and current will be interrupted. So restriking voltage, അതായത് ആ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണെങ്കിൽ ആർക്കിനെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റത്തില്ല, ആർക്ക് ഒരു അനദർ ഹാഫ് സൈക്കിളിൽ കൂടെ പെർസിസ്റ്റ് ചെയ്യും. ഇനി റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇസ് ലെസ്സർ ദാൻ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയം ആണെങ്കിൽ ആർക്ക് അടുത്തൊരു സൈക്കിളിൽ റീസ്ട്രൈക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കറണ്ടിന് നമുക്ക് ഫോൾട്ട് കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ആർക്ക് ഈസ് ഇൻറ്ററപ്റ്റഡ് ഇഫ് അയോൺസ് ആർ റിമൂവ് ഫ്രം ദ ഗ്യാപ്പ് അറ്റ് എ റേറ്റ് ഫാസ്റ്റർ ദാൻ അയണൈസേഷൻ. സോ ഡയലക്ട്രിക് സ്ട്രെങ്ത് റിക്കവർ ചെയ്യുക അതുകൊണ്ട് മീൻ ചെയ്യുന്നത് അയോൺസിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക. ഓക്കെ, സോ ആർക്ക് ഈസ് ഇൻറ്ററപ്റ്റഡ് ഇഫ് അയോൺസ് ആർ റിമൂവ് ഫ്രം ദ ഗ്യാപ്പ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ അയണൈസേഷൻ. That is recovery rate or Slepian's theory. So these are the two arc quenching theories. Thank you.